അപ്പം എല്ലാവർക്കും നമസ്കാരം. ഭാഗ്യനാണ്. ഇന്ന് നമ്മുടെ ദിവസമാണ്. കൂടെ ശ്രീ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പടവല പന്തലിലാണ്. പടവലങ്ങ് പൊട്ടിക്കാൻ പോവുക. അതായത് പന്തൽ ലാസ്റ്റായി തുടങ്ങി. ഉണ്ടായി കുറേ നമ്മൾ പൊട്ടിച്ചു. വിളവെടുപ്പ് തുടങ്ങിയിട്ടൊരു 1.5 മാസം കഴിഞ്ഞു. അപ്പോൾ ലാസ്റ്റ് ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി കുറച്ചും കൂടെ വളട്ട് ചെത്തിക്കൂട്ടി ഒന്നും കൂടെ പൊട്ടിച്ചനച്ചുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് നമ്മുടെ കടയിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ പൊട്ടിച്ചു കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ രമേശ് ചേട്ടനും അപ്പച്ചേട്ടനും അവിടെ പൊട്ടിക്കുന്നുണ്ട് പടവലങ്ങ. അതിൻ്റെ കൂടെ ഞാനും കൂടെ കൂടി എല്ലാ സാധനങ്ങളും നമുക്ക് കടയിൽ എത്തിക്കണമെന്നാണ് വിചാരിക്കുന്നത്. അധികമൊന്നുമില്ല ഇപ്പോൾ, വർഷകാലമായ കാരണം പടവലങ്ങ, അതുപോലെ തന്നെ വഴുതനങ്ങ, നേന്ത്രക്കായ അത്രയൊക്കെ തന്നെയുള്ളൂ. പിന്നെ നമ്മളുടെ കുറച്ച് കൃഷി സ്ഥലങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ പടവലങ്ങ ഇന്ന് പൊട്ടിക്കുന്നത് രമേശ് ചേട്ടനും അപ്പച്ചേട്ടനാണ്. രഘുവും സദാനന്ദേട്ടനും ഇല്ല, അവർ വേറെ പണിയിൽ ഏർപ്പെട്ടൊക്കെയാണ്. പന്തലിടണമെങ്കിലൊക്കെ നമ്മുടെ രമേശ് ചേട്ടനാണ് ഏറ്റവും സൂപ്പർ. ചേട്ടനാണ് പന്തൽ പണിയായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ടൈമിലാണ് ഇപ്പോൾ പടവലങ്ങ പൊട്ടിക്കാൻ നമ്മളെ സഹായിക്കാൻ വന്നിട്ടുള്ളത്. നമ്മുടെ അയൽപ്പക്കാരാണ് എല്ലാവരും, നമ്മുടെ വീടിന്റെ അടുത്തുള്ള ചേട്ടന്മാരാണ്. 120 കിലോ പടവലങ്ങ ഉണ്ടാവൂലേ, 150 കിലോളം ഉണ്ടാവും. ഇന്ന് പൊട്ടിക്കുന്നുണ്ട് നമ്മൾ. ലാസ്റ്റായി, അതാണ് ഇത്തിരി ഭംഗി കുറവുണ്ടെങ്കിൽ അത് ലാസ്റ്റായ കാരണം. പക്ഷെ പുതിയ പന്തലുകളൊക്കെ റെഡിയായി വരുന്നുണ്ട്. പാവല് പടവലൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് കഴിയുമ്പോഴേക്കും അത് ശരിയാവും. അത് കാണിച്ചു തരാട്ടോ. ഇത് നമ്മൾ 10ാം വാർഷികത്തോടനുബന്ധിച്ച് ഈ പടവലങ്ങകളാണ് നമ്മൾ നമ്മുടെ തോട്ടത്തിലേക്ക് കൊണ്ടുപോകണം. അവിടെ രമേശാരനൊക്കെ പൊട്ടിക്കുന്നുണ്ട്. നമ്മൾ വിഷരഹിതമായ പച്ചക്കറികൾ നമ്മുടെ നാട്ടുകാർക്കും നമുക്കൊക്കെ കഴിക്കണം എന്നുള്ളതാണ് നമ്മളുടെ ആഗ്രഹം. അപ്പോൾ നല്ലൊരു കൃഷിക്കാരനാവുക എന്നുള്ളത് എൻ്റെ വലിയ ലക്ഷ്യമാണ് കേട്ടോ. ഏറ്റവും വലിയ കൃഷിക്കാരനായില്ലെങ്കിലും നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന ഒരാളാവുക എന്നുള്ളത് എനിക്ക് വലിയ ഇഷ്ടമാണ്. പക്ഷേ കൃഷിയുടെ സാഹചര്യങ്ങൾ ഒരിക്കലും നമുക്ക് അനുകൂലമായിരിക്കില്ല എല്ലായ്പ്പോഴും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഉൽപ്പന്നത്തിന് വില കിട്ടാത്ത അവസ്ഥ അങ്ങനെയൊക്കെ വരുമ്പോൾ ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കച്ചവട മേഖലയിലേക്ക് പോയത്. നമ്മളുടെ സാധനങ്ങൾ തന്നെ ഒരു സൈഡിൽ വെച്ച് വിറ്റ് ആണ് നമ്മൾ കച്ചവടക്കാരനായിട്ട് മാറിയത്. അപ്പോൾ നമ്മുടെ സാധനത്തിന് നല്ല വിലകൾ കിട്ടും. പിന്നെ അത് ഒരു പച്ചക്കറി കച്ചവടക്കാരനായി. അതോടൊപ്പം തന്നെ നമ്മൾ കൃഷിയും നമ്മളുടെ പറമ്പുകളിലൊക്കെ കൃഷി ചെയ്യാറുണ്ട്. പാട്ടത്തിന് സ്ഥലം എടുത്തിട്ട് കൃഷി ചെയ്യാറുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഇതിപ്പോൾ നമ്മൾ 1.5 മാസമായി ഇങ്ങനെ ഒരു 1.5 നമ്മൾ കടയിലേക്ക് പൊട്ടിച്ചു കൊണ്ടുപോകും. അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ നമ്മൾ പൊട്ടിച്ചു കൊണ്ടുപോകും. നമ്മളിപ്പോൾ ഏകദേശം ഈ തോട്ടത്തിൽ നിന്ന് മാത്രം ഒരു 1000 കിലോയിലും കൂടുതൽ പടവലങ്ങ കടയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. 1000 നല്ല, അതിലും കൂടുതലുണ്ട്. കണക്കൊക്കെ കടയിൽ എഴുതി വെച്ചിട്ടുണ്ട്. 2 തോട്ടത്തിൽ നിന്നും കൂടി ഒരു 10,000-2,500 കിലോനൊക്കെ ഇപ്പോൾ ഓൾറെഡി പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മളുടെ ഒരു വാഴത്തോട്ടാണ്. ഇങ്ങനത്തെ ഒരു 1, 2, 3, 4 തോട്ടങ്ങളുണ്ട് നമുക്ക്. 4 തോട്ടം. അതൊരു 1500 വാഴയുടെ അടുത്തുള്ളൂ എല്ലാം കൂടി. നമ്മൾ ഈ തോട്ടത്തിൽ ഇപ്പോൾ നമ്മൾ വാഴക്കുടപ്പന ഓടിക്കാൻ വന്നാൽ കുടപ്പൻ നമ്മുടെ കടയിൽ വെച്ചാൽ നല്ല ചിലവുണ്ടാവും. ഒരു 10-50 എണ്ണമൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കൊണ്ടുപോയിക്കും. നല്ല സാധനമാണ്, ഒരു പ്രശ്നമില്ലാത്ത സാധനമാണ് വാഴക്കുടപ്പൻ. കൽപ്പവൃക്ഷം പോലെയാണ് വാഴ. വാഴ കൃഷി ഭയങ്കര ലാഭകരമാണ് കേട്ടോ, നല്ല രീതിയിൽ ചെയ്യണമെങ്കിൽ. പക്ഷെ അതിനേക്കാളൊക്കെ നല്ലത് പച്ചക്കറി തന്നെയാണ്. പക്ഷേ പച്ചക്കറിക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിളിച്ചാൽ വിളിപ്പുറത്ത് പണിക്കാരെ കിട്ടണം. എന്നാൽ മാത്രമേ പച്ചക്കറി ലാഭകരമാക്കാൻ പറ്റൂ. വാഴക്കുടപ്പം കുറവായി. ഇപ്പോൾ കായൊക്കെ കുലച്ച് കഴിഞ്ഞു. കുറച്ച് വാഴകൾ കുലയ്ക്കാനുണ്ട്. പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓടിക്കണ കാരണേ അവിടെ ഇവിടെ ഓരോന്നുള്ളൂ. നമ്മൾ വാഴ നട്ടപ്പോഴേ അതിൻ്റെ ഇടയിൽ പച്ചമുളക് നട്ടിട്ടുണ്ടായിരുന്നു. കുറേ കിട്ടിയിട്ട് നമുക്ക്. ഇത് നാടൻ മുളകാണ്, നല്ല വിലയുള്ളതാ. പ്രത്യേകിച്ച് ചിലവൊന്നും ചെയ്യേണ്ട, നട്ടിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 5-10 ദിവസം കൂടുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല മുളകുകൾ കിട്ടും. നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ചെയ്ത കൃഷി ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പടവല കൃഷി കേട്ടോ. കാരണം മാമൻ്റെ വീട്ടിലൊക്കെ പോയി നിൽക്കുന്ന സമയത്തേ അവിടെ മാമന് പടവല കൃഷി ഉണ്ടായിരുന്നു. അപ്പോൾ നിറച്ചിങ്ങനെ തുരുതുരുന്നെ ഉണ്ടായി നിൽക്കണ കാണുമ്പോൾ ഭയങ്കര മോഹമാണ്. അങ്ങനെ നമുക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ പറമ്പ് വെറുതെ എടുക്കല്ലേ. അങ്ങനെ ആദ്യമായിട്ട് 75 സെൻറ്റ് സ്ഥലത്ത് പടവലാണ് നമ്മൾ കുത്തിയത്. അതിന് നമുക്ക് അതെങ്ങനെ നോക്കണം എന്നൊക്കെ മാമൻ പറഞ്ഞു തന്നിരുന്നു കേട്ടോ, സുകുമാമൻ. പക്ഷെ അത് ഗംഭീര വിജയമായി. ധാരാളം പടവലങ്ങ ഉണ്ടാവും. പക്ഷേ വില കിട്ടുന്നുണ്ടായിരുന്നില്ല. അന്ന് കാലത്തൊക്കെ 2 രൂപയ്ക്ക് 1 കിലോ പടവലങ്ങയ്ക്ക് നമുക്ക് വില കിട്ടുക. 2 രൂപ, 3 രൂപ, 5 രൂപയൊക്കെ കിട്ടിയാൽ ഭയങ്കര സന്തോഷമാണ്. പക്ഷെ അന്ന് കാലത്ത് അതിന്
അതിനുള്ള വിലയുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പടവലങ്ങ നമ്മൾ ഉണ്ടാക്കിയിട്ടേ 10-700 കിലോനൊക്കെ കൊണ്ടു കൊടുക്കുമ്പോൾ നമുക്ക് അന്ന് കാലത്ത് 2 രൂപയ്ക്കാണ് ഒരു കിലോന് വില കിട്ടുക. അങ്ങനെ ഒരു ദിവസം പടവലങ്ങ നമ്മളുടെ കൊടുത്തിട്ട് ഞാൻ മരുന്നൊക്കെ വാങ്ങിക്കാനായിട്ട് കീടനാശിനി മേടിക്കാനായിട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് 2 രൂപയ്ക്ക് പടവലങ്ങ മേടിച്ച ആൾ റോഡ് സൈഡിലിരുന്ന് വിൽക്കുന്നത് ഞാൻ കാണുക. കിലോ 10 രൂപ, കിലോ 10 രൂപ എന്ന് പറഞ്ഞിട്ട്. അന്നാണ് എന്നിലെ കച്ചവടക്കാരൻ ശരിക്കും പറഞ്ഞാൽ ഉണർന്നത്. കാരണം നമുക്ക് 2 രൂപ കിട്ടുന്ന സാധനം അവിടെ മേടിച്ച് അങ്ങോട്ട് കൊടുക്കുന്ന ആൾക്ക് 10 രൂപയാണ് വില കിട്ടുന്നത്. അപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് നമുക്ക് കച്ചവടം ചെയ്യണം എന്നുള്ളത്. പിന്നെ ഞാൻ എൻ്റെ പടവലങ്ങ തന്നെ റോഡ് സൈഡിൽ കൊണ്ടുവച്ച് വിറ്റിട്ടാണ് കച്ചവടം ആരംഭിച്ചതും. അങ്ങനെ കച്ചവടം ചെയ്ത് ഇപ്പോൾ എല്ലായിടത്തു നിന്നും പച്ചക്കറി മേടിച്ച് വിൽക്കുന്ന ഒരു സിസ്റ്റമായി. ഈ പ്രായമാകുമ്പോൾ വാഴയ്ക്ക് നമ്മൾ ഇവിടെ ചാക്കിടും. ചാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരള ഫീഡ്സിൻ്റെ ചാക്കില്ലേ, നമുക്ക് 12 രൂപ 13 രൂപയൊക്കെ വില വരും ഒരു ചാക്കിന്. ആ ചാക്കിട്ട് നമ്മൾ മൂടി കെട്ടും. കാരണം കിളികൾ അല്ലാന്നുണ്ടെങ്കിൽ ഈ പ്രായം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിളികൾ കൊത്തി തുടങ്ങും. പിന്നെ തന്നെയല്ല, ചാക്കിട്ട് മൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കായ്ക്ക് ഒരു പ്രത്യേക കളറൊക്കെ വരും, നല്ല ഭംഗിയായിരിക്കും, തുടം കൂടുതലുണ്ടാവും. അപ്പോൾ ഇത് ചാക്കിടാറായി നമ്മൾ 2 ദിവസം കഴിഞ്ഞാൽ ചാക്കിടും. ചാക്കിട്ട കൊല മുറിക്കാറായതുണ്ട് കേട്ടതില്ലേ. അതെ, ഈ തോട്ടത്തിൽ ആദ്യം കൊലച്ച വാഴ ഇതാ ഒരു 6 പടലുണ്ട്. 6 പടലയിലാണ് ഈ വാഴ കൊലച്ചിട്ടുള്ളത്. ഇതൊരു 10 ദിവസം കഴിഞ്ഞാൽ നമുക്ക് മുറിച്ച് തുടങ്ങാം. 10 ദിവസം കഴിഞ്ഞാൽ ഈ കായ മുറിക്കാൻ പ്രായമായി. ഇത് അടിയിൽ നിന്ന് കാണിച്ചാലേ കാണാൻ പറ്റുള്ളൂ. ഇരുട്ടല്ലേ അതിൻ്റെ ഉള്ളിൽ. കായ മൂത്തു. ഒരു 10 ദിവസം കൂടെ നിന്നാൽ നല്ല ഉരുളിച്ച വരും കായ. അപ്പോൾ ഇതാണ് നമ്മൾ പൊട്ടിച്ച പടവലങ്ങയ്ക്ക് ഇത്തിരി കളർ കുറവാണ്. നല്ല മഴ പെയ്യണ കാരണേ, മഴയായിരുന്നു കഴിഞ്ഞ 2 ദിവസമായിട്ട്. അപ്പോൾ അത് കാരണം ഇത്തിരി കളർ കുറവാണ്. എന്നാലും സൂപ്പർ സാധനങ്ങളാണ്. ഇത് ഏകദേശം ഒരു 200 കിലോനോളം ഉണ്ടാവും നമ്മളിപ്പോൾ പൊട്ടിച്ചത്. അപ്പം ഇനി നമ്മൾ വേറൊരു പറമ്പിലേക്ക് കൊണ്ടുപോകാം. അടിപൊളി ഒരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ. നമ്മളുടെ വേറൊരു കൃഷിയാണ്, അത് കാണിച്ചു തരാം. പാട്ട് കേൾക്കണില്ലേ? അമ്പലത്തിലത്തെയാണ്, പുലർച്ചെ പാട്ട് വയ്ക്കും. പിന്നെ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഉച്ചയ്ക്ക് വന്നാലും ഇവിടെ ഇരുട്ടായിരിക്കും. നേരം വെളുക്കുമ്പോഴും ഇരുട്ടാ, ഉച്ചയ്ക്ക് വന്നാലും. റോബസ്റ്റ് തോട്ടത്തിൻ്റെ പ്രത്യേകത അതാണ്. നല്ല റോബസ്റ്റ് തോട്ടമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എപ്പോഴും ഇരുട്ടായിരിക്കും. അത് അങ്ങനെ അടിയിലേക്ക് സൂര്യപ്രകാശം ചെയ്യാൻ പറ്റില്ലാത്ത ഇതാണ്. ഇത് നമ്മുടെ റോബസ്റ്റ് തോട്ടമാണ് കേട്ടോ. കാര്യമായിട്ട് ഇതിൽ നമ്മളൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഒരു വളവും ഉപയോഗിക്കാതെയാണ് ഈ കൃഷി ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് വേണമെങ്കിൽ പറയാം. കോഴിക്കാട്ടവും ചാണകമൊക്കെ ഇട്ടിട്ടുണ്ട്, അത് മാത്രമല്ലോ. അത് കഴിഞ്ഞ് പിന്നെ ഈ കൊലക്കാറായപ്പോഴാണ് നമ്മൾ ഒന്ന് ചെത്തിക്കൂട്ടി സെറാമിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വളം ഇട്ടിട്ടുള്ളത്. തോട്ടം കാണിച്ചു തരാം. കായൊക്കെ കുലച്ചു തുടങ്ങി. കായല്ല, വാഴ കുലച്ചു തുടങ്ങി. ഇതിപ്പോൾ കുലച്ച് പടല തിരിഞ്ഞ് കഴിഞ്ഞു. ലാസ്റ്റ് പടലും വന്നു. ഇനി ഇതിന്റെ കൂമ്പ് നമ്മൾ ഒടിച്ചു കളയാം 2 ദിവസം കഴിഞ്ഞ്. ഇല്ല, റോബസ്റ്റ് വാഴയുടെ കൂമ്പ് നമ്മൾ ഉപയോഗിക്കില്ല. ഇത് ഒരു കറുപ്പുണ്ടായിരിക്കുന്ന പറയാ, എന്താ പറയാ, കറക്കാന്ന് പറയാ. അത് കാരണം ഈ സാധനത്തിന്റെ കൂമ്പ് നമ്മൾ ഉപയോഗിക്കില്ല. ഇതിവിടെ താഴെ തന്നെ ഇടും. അത് മണ്ണിൽ വളമായിട്ട് മാറും. 200 വാഴയുടെ തോട്ടാണ്. ഇതിലത്തെ റോബസ്റ്റ് പഴത്തിന് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. കാരണം ജൈവ കൃഷി തന്നെ പറയാം. നമ്മൾ രാസവളങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല ഈ തോട്ടത്തിൽ. അതുകൊണ്ട് തന്നെ കൊല ഇത്തിരി, ഇത് നല്ല വലുപ്പമുള്ള കൊലയാണ്. പക്ഷെ നന്നായിട്ട് രാസവളമൊക്കെ ഉപയോഗിച്ച് കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കൊലകൾ ഇതിൻ്റെക്കാളൊക്കെ നല്ല വലുപ്പത്തിൽ വരും. ഇതിൻ്റെ പഴം കഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ പ്രത്യേകത അറിയാം. സൂപ്പറായിരിക്കും. ജൈവ കൃഷിയുടെ ഒരു പ്രത്യേകത അത്. മൂക്കാറായതുണ്ട്. ഓണത്തിൻ്റെ സമയമാകുമ്പോഴേക്കൊക്കെ നമ്മുടെ തോട്ടത്തിൽ നിന്ന് റോബസ്റ്റ് നമ്മുടെ ഷോപ്പുകളിൽ എത്തും. വളരെ ചെറിയ വാഴകളാണല്ലോ. അതെ അതെ, ഇത് കന്നാണ് കേട്ടോ. ഇത് നമുക്ക് നേന്ത്രവാഴയൊക്കെ ഒറ്റത്തവണ വിളവെടുപ്പാണ്. കാരണം അതിന്റെ കന്ന് നിർത്തിയിട്ട് നമ്മൾ ഉണ്ടാക്കി അത്രയ്ക്ക് ചില സമയത്ത് സക്സസ് ആവില്ല. പക്ഷെ റോബസ്റ്റ് ഒന്നും നമ്മൾ കന്ന് കളയില്ല. ഇതിന് വലുതായി ഈ തോട്ടത്തിൽ റോബസ്റ്റ് തന്നെയായിരിക്കും. ഇവിടെ നമ്മൾ അധികം അങ്ങനെ ശ്രദ്ധിക്കാത്തൊരു പറമ്പാണ്. കാരണം എപ്പോഴും വന്ന് പോകുന്ന ഒരു പറമ്പല്ല. അത് കാരണമാണ് ഇങ്ങനത്തെ കൃഷി ചെയ്യുന്നത്. റോബസ്റ്റ് വാഴയ്ക്ക് പിന്നെ നമുക്ക് ഈ നേന്ത്രവാഴയുടെ പോലെയുള്ള പരിപാലനമൊന്നും ആവശ്യമില്ല. അധികം നന വേണ്ട, അധികം വളം ഇടണ്ട, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഊന്ന് കൊടുക്കണ്ട, അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. നമുക്ക് ചിലവ് കുറവാണ്. റോബസ്റ്റ് വാഴ കൃഷി ചെയ്യാനായിട്ട് ചിലവ് വളരെ കുറവാണ്. നനയൊക്കെ ഇതിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വേനൽക്കാലത്ത് ഒരു 10 ദിവസം കൂടുമ്പോഴൊക്കെ ഒരു നന കൊടുത്താലും ഇത് അതിജീവിച്ച് നിന്ന് പോരും. വെള്ളത്തിന് ഇത്തിരി കുറവുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് റോബസ്റ്റ് വാഴ കൃഷി ചെയ്യാൻ ഇപ്പോൾ കൃഷി ചെയ്യാനൊക്കെ നമുക്ക് കുറേ ആളുകളൊക്കെ ഉണ്ട്, സഹായിക്കാൻ ആളുകളുണ്ട്. ഈ സഹായിക്കാനൊന്നും ആളുകളില്ലാത്തൊരു കാലഘട്ടത്തിൽ, അതായത് അവരെ നിർത്താൻ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല. അങ്ങനത്തെ സമയത്തൊക്കെയാണ് നമ്മൾ കൃഷി തുടങ്ങിയത് ചെറുപ്പത്തിൽ. ആ സമയത്തൊക്കെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ കൃഷി ചെയ്യാൻ നമുക്ക് പണിക്കാരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉണ്ട്. പക്ഷെ ആ സമയത്ത് നമുക്ക് വില കിട്ടില്ല. അങ്ങനെ ഉള്ള സമയത്ത് നമ്മുടെ പച്ചക്കറി തന്നെയാണ് നമ്മൾ തൃശ്ശൂർ മാർക്കറ്റിൽ ഫുട്പാത്തിൽ കൊണ്ട് ചാക്കിൽ വെച്ച് വിറ്റായിരുന്നാണ് ഞാൻ.
പടവലങ്ങയാണ് ആദ്യം കച്ചവടം ചെയ്തത് കേട്ടോ. പടവലങ്ങ കൊണ്ടുപോയി നമ്മുടെ സാധനം തന്നെ വിറ്റ് അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പടവലങ്ങ നമ്മുടെ കഴിഞ്ഞു. പിന്നെ കൃഷിക്ക് പോകാൻ കുറച്ച് ഇൻട്രസ്റ്റ് കുറഞ്ഞു ആ സമയത്ത്. കാരണം കച്ചവടത്തിൽ നിന്ന് നല്ല പൈസ കിട്ടും. തൃശ്ശൂർ മാർക്കറ്റിൽ ചിലപ്പോൾ സാധനങ്ങളൊക്കെ 2 രൂപയ്ക്കും 3 രൂപയ്ക്കൊക്കെ നമുക്കും കിട്ടും. കൃഷിക്കാർ കൊണ്ടുവരുന്ന സാധനങ്ങൾ കിട്ടും. ആ സാധനങ്ങൾ മേടിച്ച് വഴിയോരത്ത് വെച്ച് വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃഷിയേക്കാൾ കൂടുതൽ ആ സമയത്ത് നമുക്ക് പൈസയ്ക്ക് ആവശ്യമായിരുന്നു ആ സമയത്ത്. അപ്പോൾ അതാണ് നല്ലതെന്ന് തോന്നിയിട്ട് ആ മേഖലയിലേക്ക് നമ്മൾ തിരിഞ്ഞു. പക്ഷേ അങ്ങനെ കുറേ നാൾ കഴിഞ്ഞിട്ടൊരു 4-5 വർഷം നമ്മൾ കച്ചവടം ചെയ്ത് ഒരുവിധം സീറ്റിംഗ് ആയതിനു ശേഷം വീണ്ടും നമ്മളുടെ പറമ്പിൽ കൃഷി ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് കൃഷി ആരംഭിച്ചതാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ 2-3 സ്ഥലത്ത് നമുക്ക് സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിലും കൃഷിക്ക് നമ്മൾ നല്ല പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലിപ്പോൾ കൃഷി ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ്. പ്രായമായ ഇത്തിരി 10-60 വയസ്സായ 65 വയസ്സായ 70 വയസ്സായ ആളുകളാണ് കൃഷി കൂടുതൽ ചെയ്യുന്നുള്ളൂ. ചെറുപ്പക്കാർ കൃഷി ചെയ്യൽ കുറവാണ്. അപ്പോൾ നമുക്ക് പക്ഷേ കൃഷിയോട് ആ ചെറുപ്പത്തിലേ തൊട്ടുള്ള ആ ശീലം കൊണ്ടായിരിക്കും നല്ല താല്പര്യമാണ്. പറമ്പ് കാട് പിടിച്ച് കിടക്കാന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കില്ല. ഇതിന് ചില സമയങ്ങളിലൊക്കെ നമുക്ക് എല്ലാ കാര്യങ്ങളും പണിക്കാരെ നിർത്തി ചെയ്യുമ്പോൾ ചില കൃഷിയൊക്കെ നമുക്ക് വലിയ ലാഭമൊന്നും ഉണ്ടായിരിക്കില്ല. എന്നാലും നമ്മുടെ സാധനങ്ങൾ നമ്മുടെ ഷോപ്പിൽ കൊണ്ടുപോയി വിൽക്കുമ്പോൾ അതിനൊരു സന്തോഷം വേറെ തന്നെയാണ്. തുടം വരാണ്ട് കേട്ടോ. അപ്പോൾ അത് കുലച്ചിട്ട് 10, 15, 20 ദിവസം ആയിട്ടുള്ളൂ. നമുക്കൊരു 2.5 മാസം 3 മാസത്തെ മൂപ്പുണ്ട് വാഴയ്ക്ക്. അപ്പോൾ ഈ കായൊക്കെ നന്നായിട്ട് ഉരുണ്ട് വരും. ഇപ്പോൾ കുലച്ചിട്ടുള്ളൂ. നല്ല ഭംഗിയാണ്. ഒന്നും കൂടെ ഉരുണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കായ കാണാൻ നല്ല ഭംഗിയായിരിക്കും. പക്ഷേ ഈ കായ നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. ഇത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാമ്പിൽ വന്ന ഓണത്തിന് മുമ്പായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ റോബസ്റ്റ് നമുക്ക് നല്ല റോബസ്റ്റ് കൊണ്ടുപോകാം. ജൈവ റോബസ്റ്റ് രാസവളം ഉപയോഗിച്ചിട്ട് ഞാൻ ഗ്യാരണ്ടി. വായോ ദേ പുല്ല് അരിയാൻ നമ്മുടെ കൂട്ടുകാരൻ ജയൻ ചേട്ടൻ. നമ്മൾ കഴിഞ്ഞ ആഴ്ച കൊണ്ടുപോയത് കടച്ചക്ക. സൂപ്പർ കടച്ചക്ക ഒരു രക്ഷയില്ലാട്ടാ. എന്റെ പൊന്നെ കടച്ചക്കക്ക് ഭയങ്കര സയൻസ് ആട്ടാ. ആ പുല്ലേ പുല്ലരിഞ്ഞുകൊണ്ട് പോകണമെന്ന് നമുക്ക് നല്ല കേട്ടാ. കാരണം കാട് പിടിക്കില്ല. അങ്ങനെ പശുവുള്ളവരൊക്കെ ഇവിടെ നിന്ന് പുല്ലരിഞ്ഞുകൊണ്ടുപോകും. ഈ കായയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനുള്ളൊരു സംരക്ഷണമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ ഇലകൾ കണ്ട വേനൽക്കാലത്തൊക്കെ വാഴ കുലക്കില്ലേ. അപ്പോൾ ഈ കായക്ക് വലിയ ക്ഷീണം ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സംരക്ഷണ വലയം പോലെയാണ്. എല്ലാ വാഴയ്ക്കും ഇങ്ങനെ ഉണ്ടായിരിക്കും. നേന്ത്രവാഴയ്ക്ക് അധികം ഉണ്ടാവില്ല. റോബസ്റ്റ് വാഴയ്ക്ക് ഇങ്ങനെ ഉണ്ടാവും. ഇതേ കണ്ട ഈ വാഴയ്ക്ക് കണ്ട ഇത് കണ്ട. ഇത് വേനൽക്കാലത്താണെന്നുണ്ടെങ്കിൽ ഇത് ഒരു സൈഡിൽ നിന്ന് വെയിലടിക്കില്ല. ഇത് നമ്മൾ ചെയ്യുന്നതൊന്നുമല്ല, തന്നെ ഉണ്ടാവുന്നതാ, തന്നെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇതേ ഈ വാഴ നോക്കിയാൽ മനസ്സിലാവും. കണ്ടാ ഇതൊരു മറയായിട്ട് ഇങ്ങനെ താഴ്ത്തിക്ക് വരും ആ കൊലയുടെ കൂടെ. ദേ ഇപ്പുറത്തെ ഒരു വാഴയ്ക്കുണ്ട്. ദേ കണ്ട എല്ലാ വാഴയ്ക്കും ഉണ്ടാവും. എല്ലാ വാഴയ്ക്കും അങ്ങനെ കൊലയ്ക്കുന്ന വാഴയ്ക്കൊക്കെ റോബസ്റ്റ് വാഴയുടെ ഒരു പ്രത്യേകത ഇങ്ങനെ ഒരു മറ വരും. വെയിലടി അധികം തട്ടാതിരിക്കാൻ. ഇന്നലെ ശ്രീകുട്ടനെ കൊണ്ട് നമുക്ക് കളരി ക്ലാസ്സിന് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. അത് കാരണം ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റിയില്ല. ബാക്കി സ്ഥലങ്ങൾ ഇന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം പാവൽത്തോട്ടത്തിലേക്ക് പോവാം. പാവൽത്തോട്ടത്തിൽ പണി നടക്കുന്നുണ്ട്. പാവയ്ക്ക് പറിച്ചു തുടങ്ങിയിട്ടില്ല. പന്തലുമ്മ കയറി തുടങ്ങിയിട്ടില്ല. നമുക്കൊരു ഒരിക്കൽ നശിച്ചു പോയ പാവലില്ല. അപ്പൊ അത് പന്തലുമ്മ കയറി രണ്ടാമത് കുത്തി പന്തലുമ്മ കയറി പരന്നു തുടങ്ങി. ഒരു 10-15 ദിവസത്തിനുള്ളിൽ കായാവും. വേണ്ട പന്തലുമ്മ മുട്ടി. ഇനിയിപ്പോൾ ഇത് ഇവിടുന്ന് ഇങ്ങനെ പടർന്ന് ഇവിടുന്ന് ചില്ലകളൊക്കെ പൊട്ടും. ഈ ചില്ലകളൊക്കെ പൊട്ടി പന്തലിങ്ങനെ പരക്കും. താഴെ അതുമാതിരി തന്നെ ഇല പൊട്ടും കേട്ടോ. ഇല പൊട്ടണമൊക്കെ നുള്ളി ഇപ്പം നുള്ളി കളഞ്ഞു. കാരണം ഈ ഒരേ ഇലയുടെ അടിയിലും ഇലയുണ്ടായിരിക്കും. ആ ഇലയ്ക്ക് നമ്മൾ വന്ന് എല്ലാ ദിവസവും വന്ന് നുള്ളി കളയണം. മുളച്ച് വരുമ്പോൾ നുള്ളി കളയണം. ഇതിപ്പോൾ നുള്ളി കളഞ്ഞതാണ്. ഒരു ചെത്തി കൂട്ടുന്നതിന് മുമ്പ് ഇതൊക്കെ നുള്ളി കളഞ്ഞു. കാരണം ചെത്തി കൂട്ടി കഴിഞ്ഞിട്ട് നമ്മൾ കയറി പൊലിയുമ നടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. കുറേ കായകൾ അവിടെ ഇവിടെ ഉണ്ടാവണല്ലോ. കഴിയാറായിരുന്നു. ഇന്നലെ പൊട്ടിച്ചില്ലേ? ഇന്നലെ പൊട്ടിച്ചു. ഇന്നലെ ഒരു 10, 250, 200, 220 കിലോ നമ്മൾ പൊട്ടിച്ചു പടവലങ്ങി മുട്ട. ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് വളട്ട് നോക്കണം. മഴ പെയ്യുമ്പോൾ വളട്ട് നോക്കി കഴിഞ്ഞാൽ കുറച്ച് ചിലപ്പോൾ പൊട്ടിക്കാൻ ഉണ്ടാവും. ഇത് നമ്മുടെ പപ്പായത്തോട്ടാ. ഭാവിയിൽ നല്ലൊരു പപ്പായത്തോട്ടായിട്ട് മാറി. ഇതിപ്പോൾ നമ്മൾ ഈ പറമ്പിൻ്റെ ചുറ്റും പപ്പായ തൈ വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഒരു 4-5 മാസം മുമ്പ്. അതിപ്പോൾ വലുതായി കാച്ചു തുടങ്ങി. അപ്പോൾ തോന്നിയപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് നമ്മൾ മുരിങ്ങ നട്ടിട്ടുണ്ടായിരുന്നു. മുരിങ്ങ അതിൻ്റെ ഇടയിലും പപ്പായ ഫുള്ള് നട്ടിട്ടുണ്ട്. 10-70 കട പപ്പായ ഉണ്ട് ഇപ്പോൾ ഓൾറെഡി. പപ്പക്കായ കൃഷി മുരിങ്ങ കൃഷി ഒന്നും ആരും ട്രൈ ചെയ്യാത്തതല്ല. ആരും ട്രൈ ചെയ്യാത്ത. ഇതിൽ ഉണ്ട് മുരിങ്ങ ഒരു 10-40 എണ്ണം ഉണ്ട്. 40 കട മുരിങ്ങ ഉണ്ട്. അപ്പോൾ നമ്മുടെ മുരിങ്ങ തോട്ടം എന്ന് പറയാനൊന്നുമില്ല. നമ്മൾ ഫുള്ള് വെച്ചിട്ടുണ്ടായിരുന്നു മുരിങ്ങ. പക്ഷേ കുറേയൊക്കെ ഉണ്ടായിട്ടുണ്ട്.
ഇത് പൂവിട്ട് തുടങ്ങിയ? ഇത് പൂവിട്ട് തുടങ്ങിയിട്ടില്ല. ഇത് കട്ട് ചെയ്യണമെന്നാണ് ആലോചിക്കുന്നത്. നമ്മുടെ തല്ലൂര് വീട്ടിൽ നിൽക്കണ്ടായിരുന്ന മുരിങ്ങ ഓർമ്മയില്ല, 3-4 വട്ടം ശ്രീകുട്ടൻ്റെ അപ്പം കൂടി കട പിടിച്ചിട്ടാണ് പിന്നെ ഉണ്ടായപ്പോഴാണ് നിറച്ചുണ്ടായി തുടങ്ങി. എനിക്ക് തോന്നുന്നു തടി മൂക്കണം എന്ന് തോന്നുന്നുണ്ട്, തടി മൂത്താലാന്ന് തോന്നുന്നുണ്ട് ഉണ്ടാവുക. പിന്നെ ഈ കട്ട് ചെയ്തിട്ട് മുളച്ചിട്ട് ഇങ്ങനെ പന്തലിച്ചിട്ട് ഇങ്ങനെ വരും, അപ്പോഴേ ഈ ചെടി മുരിങ്ങ ആവാന്ന് തോന്നുന്നുണ്ട്. ഇതിപ്പോ ഹൈറ്റിൽ പോയിട്ടാ. ഇത് വഴുതനങ്ങയാണ്. നമ്മള് നട്ടിട്ട് ഇപ്പോൾ ഒരു 7 മാസമായിട്ടുണ്ടോ, കായ പൊട്ടിച്ചു തുടങ്ങിയിട്ട് കുറേ ആയി. വഴുതനങ്ങ അങ്ങനെ നിത്യ വഴുതനങ്ങ അതെന്നും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ പടവലം കുത്തിയിട്ടുണ്ട്. ഇത് പന്തലിടാറായി. ഹായ് ഗൈസ്. അപ്പോൾ നമ്മുടെ തലൂര് വെജിറ്റബിൾ മാർക്കറ്റ് തുടങ്ങിയിട്ട് 10 വർഷമാവാണ്. അതിന് കുറേ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. ചെറിയൊരു ആഘോഷം, കടയിലത്തെ സ്റ്റാഫും നമ്മൾ ഫാമിലി എല്ലാവരും. അപ്പോൾ അതിൻ്റെ സാധനങ്ങൾ മേടിക്കാൻ പോവാം. സ്ത്രീൻ്റെ കൂടെ വാ. അച്ഛനങ്ങനെ അമ്മേനെ രണ്ടാമത് തലയെത്തിയിരിക്കുന്നു. ഇവിടുന്ന് നമുക്ക് കുറച്ച് ദൂരം പോയാലാണ് ഇറച്ചി മീൻ വക സംഭവങ്ങളൊക്കെ കിട്ടുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വിരുന്നിന്റെ വീഡിയോയിലേക്ക് വേണ്ടിയിട്ട് മേടിക്കാൻ പോയില്ലേ, 4 കിലോമീറ്ററുള്ള പൗണ്ടിന്റെ ഇടയ്ക്ക് പൗണ്ട് എന്ന് പറയും. വന്നിട്ട് ഇനി ഇവിടെ ഒരുക്കിയിട്ട് വേണം നമുക്ക്, ഈ വണ്ടിയുമ്പോൾ തന്നെ വേണം നമുക്ക് തല്ലൂർക്ക് പോകാൻ. നമ്മുടെ വണ്ടി ചെറിയ അറ്റകുറ്റപ്പണികൾക്കും വാഷ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഭാഗ്യം കൊടുത്തിരിക്കുകയാണ്. ഭാഗ്യ നമുക്ക് പോയാലോ? മറക്കില്ലേ. ടാറ്റാ. വാതിൽ കുറ്റിയിട്ടിരിക്കട്ടാ. ഓടിക്കണ ഈ വണ്ടി എടുത്ത കാലം മറന്നു. ഞാൻ 1 മാസം 2 മാസം കണ്ടു വണ്ടി സമയം ഒന്നിനും. ഡാൻസ് ക്ലാസ് തുടങ്ങിയപ്പോ തന്നെ ഒക്കെ 3 ദിവസം ആ വഴിക്ക് പോകും. താഴെ കാണുന്നതാണ് കേട്ടോ മെയിനായിട്ടുള്ള നമ്മുടെ റോഡ് എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ കയറിയിട്ട് വേണം നമ്മുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ വീടിൻ്റെ പൊസിഷൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. ഇതാണ് ശരിക്കുള്ള റോഡ്. കാണുന്നതാണ് നമ്മുടെ വീട്. കണ്ടോ, ഒരു മലയുടെ മുകളിലായിട്ടാണ് നമ്മുടെ വീട് വരുന്നത് കേട്ടോ, ഒരു കുന്നിൻ്റെ മുകളിലായിട്ട്. അതിനേക്കാളും മുകളിലായിട്ട് ആ കാണുന്നതാണ് ഇളയമ്മയുടെ വീട്. തൊട്ടപ്പുറത്തുള്ളത് ഡെൽസിൻ്റെ വീട്. അതിലങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് വീടുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ആയിട്ട് കണ്ടോ നിറയെ ജനവാസമുള്ള പ്രദേശമാണ്. എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് ശ്രീ ഒരു കാട്ടിലാണ് ന്ന്. ഒട്ടുമല്ല, നിറയെ വീടുകളുള്ളതാണ്. നമുക്ക് പിന്നെ എല്ലാവർക്കും കൃഷിയായ കാരണം കൊണ്ട് ഏകദേശം ഒരു 1 ഏക്കറെങ്കിലും മിനിമം എല്ലാവർക്കും ഭൂമി ഉണ്ടായിരിക്കും എന്ന് മാത്രം. എല്ലാവരും കൃഷി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. ഇതാണ് നമ്പൂതിരിപ്പാടം എന്ന് പറയാം കേട്ടോ. അവിടെ അറ്റത്ത് കാണുന്നതാണ് അനുചേച്ചിയുടെ വീട്. ഭാഗ്യന്റെ കൂടെ പഠിച്ച ചേച്ചിയാണ്. ചേച്ചിയുടെ വീടിന്റെ മുന്നിൽ കൂടെ ഇങ്ങനെ ഒരു പാടാണ് കേട്ടോ. അവിടെ നല്ല ഭംഗിയുള്ള ഒരു വീട് പണിതിട്ടുണ്ടെങ്കിൽ അടിപൊളിയാവില്ലേ. മാത്രമല്ല എപ്പോഴും അവിടെ ഈ മയിലുകൾ ഉണ്ടാവും. അവിടെ എന്തെങ്കിലും കൃഷിയൊക്കെ ഉണ്ടാവുക, അപ്പൊ അത് കഴിക്കാൻ വേണ്ടിയിട്ട് അവർ വരുന്നതാ. കണ്ട, ഇതുപോലെ മലയുടെ ചോട്ടിലാണ് നമ്മുടെ വീടുള്ളത്. അവിടെയാണ് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ദൂരെ മാമല കോടാന്നൊക്കെ പറഞ്ഞ് കഴിച്ചുകൊണ്ട് കാണിക്കാറില്ലേ, അത് കേട്ടോ. അപ്പൊ അവിടുന്ന് കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ട് വേണം നമുക്ക് പൗണ്ടിന്റെ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട്. പൗണ്ടിൻ്റെ അവിടേക്ക് പോകുമ്പോഴേ 2 സൈഡിലായിട്ടും ഇതുപോലെ തന്നെ റബ്ബറും തോട്ടവും എസ്റ്റേറ്റും അതുപോലെ തന്നെ ചിമ്മിണി ഡാം ഏരിയയൊക്കെയാണ്. ഡാമിൻ്റെ ഏരിയയൊക്കെയാണ്. കേരളത്തിലത്തെ തന്നെ ഏറ്റവും വലിയ 2ാമത്തെ ഡാമാണ് ചിമ്മിണി ഡാം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. സത്യമാണെന്ന് അറിയില്ല, ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ മുളങ്കാട് എന്ന് പറയുന്നത്. മുളങ്കാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും അധികം ഇനം മുളകളുള്ള ഒരു കാടാണ് മുളങ്കാട് എന്ന് പറയുന്നത്. ഇവിടേക്ക് കുട്ടികൾ പഠിക്കാനുള്ള ആവശ്യത്തിനൊക്കെ വരാറുണ്ട് കേട്ടോ. അതിൻ്റെ നടുവിൽ നേരെ നമ്മൾ കണ്ടില്ലേ ഒരു ഹട്ട് പോലെ മുള കൊണ്ടൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. അത് ഭയങ്കര ഭംഗിയെ കാണാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും ഞാൻ അങ്ങോട്ട് കയറ്റി വിടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഈ വിജനമായ പാതയിലൂടെ നമ്മൾ പോകുന്നത് പൗണ്ടിൻ്റെ അവിടേക്കാണ്. നമുക്കിവിടെ എല്ലാ സൗകര്യവും ഉണ്ട് കേട്ടോ. ഹോസ്പിറ്റലുകളും സ്കൂളുകളും ഒക്കെ ഉണ്ട്. അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല. പിന്നെ എന്തെങ്കിലും അസസ് ചെയ്യണമെങ്കിൽ കുറച്ച് ദൂരത്തേക്ക് പോകണം എന്ന് മാത്രം. അങ്ങനെ മീൻ മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വരന്തരപ്പള്ളി ഏരിയയിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇക്ക നമുക്ക് നട്ടർ വെട്ടി തന്നു. ഒരു രസമില്ലാത്ത മീനായിരുന്നു കേട്ടോ, പക്ഷെ ചോറ് അടിപൊളിയായിരുന്നു. കഷ്ണം ഇങ്ങനെ വെളുന്നിരിക്കണു. ഇക്ക ഭയങ്കര ട്രിക്കോട് കൂടിയിട്ടേ ചെറിയൊരു ബ്രഷ് ഉണ്ടല്ലോ, അതുകൊണ്ടാണ് അതിൻ്റെ ആ ഒരു ചെതമ്പലൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നത്. ഷാടാ പടയുന്ന ആൾ വെട്ടി തന്നു. ഞാനാണെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് 1/2 മണിക്കൂർ 3/4 മണിക്കൂർ അതുമ്പോൾ പണിയേണ്ടി വന്നേനെ.
ഇക്ക വെറും 5 മിനിറ്റ് കൊണ്ട് നട്ടർ വെട്ടി നമുക്ക് കഷ്ണങ്ങളാക്കി തന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചിങ്ങോട്ട് നമ്മൾ വന്ന വഴിക്ക് വരുമ്പോൾ ഇക്കയുടെ അടുത്ത് നിന്നാണ് നമ്മൾ ഇറച്ചിയൊക്കെ മേടിക്കാറുള്ളത്. അവിടെ ഹലാൽ ചിക്കനും അതുപോലെ തന്നെ ബാക്കിയുള്ള മാംസം ഐറ്റംസൊക്കെ കിട്ടും കേട്ടോ. അതൊക്കെ മേടിച്ച് നമ്മൾ മടങ്ങാണ്. ഐഡൻസൊക്കെ കിട്ടിയില്ലടാ മണിയെ. അപ്പൊ നീ വേറെ ഒന്നും നമുക്ക് ഓപ്ഷൻ തന്നിണ്ടായില്ലല്ലോ. അല്ലേ അത് ക്രീമില്ലാത്തതാന്ന് ചേച്ചിമാര് പറഞ്ഞ. ക്രീമുള്ളത് കഴിഞ്ഞു പൊട്ടിച്ചു നോക്കി നോക്കിയേ. ക്രീമുള്ളത് മേടിക്കാൻ പറഞ്ഞ ക്രീമുള്ളത് അവിടെ ഇല്ല മണി. അത് നമ്മുടെ കടയിലുള്ളത്. കടയിൽ പോകുമ്പോ എടുക്കാം. ഇപ്പൊ തൽക്കാലത്തേക്ക് പാല് കൂട്ടി ബിസ്ക്കറ്റ് അടിക്കാം. ഈ ഇടയ്ക്കാണ് കേട്ടോ ശ്രീകുട്ടനെ ഒറ്റയ്ക്കൊക്കെ വീട്ടിലിരുത്തിയിട്ട് ഞാൻ പോവാൻ ശ്രമിച്ചു തുടങ്ങിയതും പഠിച്ചു തുടങ്ങിയിട്ടും. പണ്ടൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുമ്പോൾ അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാവുന്നു. പക്ഷെ ഞാനിപ്പോൾ അംഗീകരിച്ചു തുടങ്ങി അവൻ വലുതായിരുന്നു. കാരണം എന്നേക്കാൾ വലിയ കാര്യങ്ങളാണ് അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാനായിട്ട് ഷെയർ ചെയ്യുന്നതും. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഒക്കെ വന്നു തുടങ്ങി കേട്ടോ. ആ ഒരു കോൺഫിഡൻസ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമുക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ഒരു രക്ഷയില്ല. നമ്മൾ പോകുന്ന സ്ഥലത്തൊക്കെ ഭയങ്കര ഡിസ്റ്റർബഡ് ആയിട്ടുണ്ടാവും. നമ്മൾ അമ്മമാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റൂലേ. അങ്ങനെ നമ്മൾ കഴുകി വെച്ച ചിക്കനിൽ വേറെ ഒന്നും പറ്റണില്ല. മുളക് പൊടി മഞ്ഞപ്പൊടിയും ഉപ്പും മാത്രമേ പറ്റണുള്ളൂ കേട്ടോ. നമ്മൾ വറുത്തിട്ടാണ് ഇത് വെക്കാൻ പോണത്. അപ്പോൾ നല്ലൊരു ഇങ്ങനെ കുറച്ച് എന്താ പറയുക, ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലൊക്കെ കിട്ടുന്നതാണ് അമ്മ പറയാറുള്ളത്. പിന്നെ ഇവിടെ എല്ലാവരും അങ്ങനെ കഴിച്ച് അതൊരു ശീലമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഇത്രയും സാധനങ്ങൾ നന്നായിട്ടൊന്ന് കൈകൊണ്ട് തിരുമ്പി കൂട്ടാം. എനിക്ക് ഈ ചിക്കൻ കൈകൊണ്ട് തിരുമ്പി കൂട്ടുന്നത് ഇത്തിരി പണിപ്പെട്ട പരിപാടിയാണ്. കാരണം ഇതിൻ്റെ എല്ലൊക്കെ കൊണ്ട് കയ്യിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അവിടെ ഇങ്ങനെ പുകയും അല്ലെങ്കിൽ നീറുമൊക്കെ ചെയ്യും. കുറച്ച് വിനാഗിരി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനൊരു പുളിരസം കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ എന്താ പറയുക പെട്ടെന്ന് ടെൻഡർ ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇക്ക നന്നാക്കി തന്ന നട്ടർ ഉണ്ടല്ലോ, ഈ നട്ടർ മീൻ ഭയങ്കര ടേസ്റ്റാണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ. വറുത്താൽ ഭയങ്കര ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു വേറെ മീനൊന്നും കണ്ടില്ല. നമ്മളിവിടെ വെട്ടുമീൻ നെയ്മീനൊക്കെയാണ് കഷ്ണങ്ങളായിട്ട് കറി വെക്കാറുള്ളത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ നമുക്ക് ചാളയോ അയിലയോ ആയാലും ഭയങ്കര ടേസ്റ്റോട് കൂടി കഴിക്കുന്നതാണ്. പക്ഷെ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി വലിയ മീനല്ലേ, നല്ല ഭംഗിയൊക്കെ ഉണ്ടെന്ന് വിചാരിച്ച് കഴിച്ചപ്പോഴാണടാ ഇതെല്ലാം അവർക്ക് ഇഷ്ടപ്പെടില്ല. ചെറുതായിട്ടൊരു വളർത്തുമീൻ്റെ ഒരു മണം വരുന്നുണ്ട്. എന്നാലും പിറ്റേ ദിവസത്തേക്ക് എൻ്റെ പൊന്നും മക്കളെ ചാറ് അതൊരു അടിപൊളി ടേസ്റ്റുള്ള ചാറായിരുന്നു കേട്ടോ. അതിങ്ങനെ വറ്റി വന്നപ്പോഴേ അത് ഞാൻ വെച്ചതിൻ്റെ ഭംഗിയൊന്നും പറയില്ല കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മീനിൻ്റെ ആ ഒരു കൊഴുപ്പൊക്കെ അങ്ങോട്ട് ഇറങ്ങിയിട്ടേ സംഭവം കിടുവായിരുന്നു. അപ്പോൾ നമ്മൾ അതിനെ നന്നായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞു ചതമ്പലുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നന്നായിട്ട് കഴുകി നമ്മുടെ വെളിച്ചെണ്ണയും ഉപ്പും മുളകും മഞ്ഞപ്പൊടിയും മാത്രം കൂട്ടി തിരുമ്മിയിട്ട് നമ്മളൊരു കുറച്ച് കഷ്ണം വറുക്കാനെടുത്തു. എനിക്ക് വറുത്തതും ഇഷ്ടപ്പെട്ടില്ല, വെച്ചതും ഇഷ്ടപ്പെട്ടില്ല. ഇവിടെ പുഴമീനൊന്നും വലിയ കാര്യമായിട്ട് കഴിക്കുന്നവരല്ല. ഞാൻ നമ്മുടെ തോട്ടിൽ നിന്ന് വരുന്ന ഏറ്റുമീൻ ഉണ്ടല്ലോ അതുപോലും കഴിക്കാറില്ല കേട്ടോ. ഇത് എനിക്ക് നമ്മളെ ചാളയുണ്ടല്ലോ അതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മീൻ. ഇനിയിപ്പോൾ എന്ത് കൊണ്ടുവച്ചു എന്ന് പറഞ്ഞാലും ചാള വറുത്തതുണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. ശ്രീകുട്ടനും അതെ കേട്ടോ, ഭാഗ്യനും അതെ. നമ്മളെല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ. ചാള ഭയങ്കര ഇഷ്ടമുള്ളവരായിരിക്കും അല്ലേ. അപ്പോൾ ഇത് ഈ രണ്ട് സംഭവങ്ങൾ നമുക്കൊന്ന് വറുത്തെടുക്കാം. ചിക്കൻ ഞാൻ നമ്മുടെ പുറത്തെ കിച്ചണിൽ കൊണ്ടുപോയിട്ട് വറുത്തെടുക്കാണ് കേട്ടോ. ഈ വലിയൊരു ചീഞ്ചട്ടിയിൽ. ഈ ചീഞ്ചട്ടിയൊക്കെ ഭാഗ്യം കല്യാണം കഴിയുന്നേക്കാളും മുന്നേ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചീഞ്ചട്ടി എടുക്കുമ്പോൾ ആലോചിക്കാറുണ്ട്, വെപ്പും കൂടിയൊന്നും ഇല്ലാത്ത മനുഷ്യൻ ഈ ചീഞ്ചട്ടി മാത്രമായിട്ട് എന്തിനാണ് മേടിച്ച് വെച്ചാണ്. എനിക്ക് തോന്നുന്നേ ഇവിടെ പിള്ളേർ നമുക്ക് കുറേ അനിയന്മാരുണ്ടായിരുന്നു, അല്ല ഇപ്പോഴും ഉണ്ട് കേട്ടോ. അവരുടെ കൂടെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് കൂടുമ്പോൾ ഈ ഗ്യാസൊക്കെ കത്തിച്ച് ഇതുപോലെ ചിക്കൻ വറുത്ത് കഴിക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പണ്ട് പറയാറുണ്ട് വിളിക്കുമ്പോൾ. ഞങ്ങളങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്ന പ്രണയ സല്ലാപങ്ങൾ നടത്തിയിരുന്ന സമയങ്ങളിൽ അങ്ങനെയൊന്നും സല്ലാപം ഉണ്ടായിട്ടില്ല കേട്ടോ. അതിലേക്ക് പുറത്ത് ഭയങ്കര റിഗ്രറ്റ് ഉണ്ടോ. ഞാൻ ആലോചിക്കാറുണ്ട് ഭാഗ്യനായിട്ട് അങ്ങനെ പ്രണയ സല്ലാപത്തിനൊന്നും സമയം കണ്ടെത്തിയില്ലല്ലോ എന്ന്. ഞങ്ങൾ വളരെ കേഷ്വലായിട്ട് സംസാരിച്ച് എന്താ പറയുക
കഴിച്ചോ കുടിച്ചോ ഇത് മാത്രമായിരുന്നു ഞങ്ങളുടെ സംസാരം. അത് കഴിഞ്ഞ് ആ സമയത്തൊക്കെ ഭാഗ്യൻ ഷെയർ ചെയ്യാറുണ്ട് അവർ ചെയ്ത കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെ അനിയന്മാരുടെ കൂടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കുക എന്ന് പറയും. അപ്പോൾ ഞാൻ പഠിക്കാണ്ടെന്ന് പറഞ്ഞ് ഫോൺ വെക്കും. ഞാൻ ഭയങ്കര ക്രൂരയായ ഒരു പ്രണയിനിയായിരുന്നു തോന്നുന്നു. അപ്പോൾ മേടിച്ച് വെച്ചതായിരിക്കും കേട്ടോ അത്. പക്ഷെ എനിക്കിപ്പോൾ ഭയങ്കര ഉപകാരത്തിലേക്ക് എത്തി. അങ്ങനെ പറഞ്ഞു വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതാ മീൻ കൂട്ടാനിലേക്ക് വേണ്ടിയിട്ടുള്ള തക്കാളിയും ചെറുള്ളിയും മാങ്ങ നമ്മുടെ മൂവാണ്ടന്മ അവസാനമായിട്ട് നിൽക്കണ്ടായിരുന്ന അതാണ്. അത് ഇത്തിരി പഴുത്ത് തുടങ്ങി, അത് കാരണമാണ് ഒരു മഞ്ഞ നിറം വന്നത്. അത് നമുക്ക് നന്നായിട്ടൊന്ന് തിരുമ്പി കൂട്ടാട്ടോ. വേപ്പിൻ്റെ ഇലയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ ഇങ്ങനെ മിക്സിയിൽ ഇങ്ങനെ അടിച്ച് ജാറിലാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ദിവസത്തേക്ക് ഞാനത് പ്രിസർവ് ചെയ്ത് വെക്കും. അതായത് കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയും കൂടി ഇട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂട്ടിയിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2-3 മാസമൊക്കെ ഇരിക്കും കേട്ടോ. ഇപ്പോൾ പച്ചമുളകിൻ്റെ കട ചീഞ്ഞു പോയ കാരണം കൊണ്ട് നമ്മുടെ വീട്ടിൽ പച്ചമുളകില്ലാത്ത കാരണമാണ് ഞാനത് ചെയ്ത് വെക്കാത്തത്. കുറച്ച് ഇട്ടിട്ടേ ചെയ്യുള്ളൂ. പിന്നെ നമ്മൾ പൊടികളായിട്ടുള്ള മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇത്രയും സാധനങ്ങളൊക്കെ ഇട്ടിട്ട് കൈകൊണ്ട് തിരുമ്മി ഇങ്ങനെ ഉടയ്ക്കണം. ആ ഒരു തക്കാളിയുടെ ഉള്ളിലത്തെ നീരൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരണം. പക്ഷേ ആ ചിക്കൻ ഒന്ന് നന്നായിട്ട് കുഴച്ചപ്പോൾ എൻ്റെ കൈ പൊട്ടി, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് മീൻ കൂട്ടാൻ കുഴയ്ക്കാൻ ഒരു ധൈര്യമില്ല. അങ്ങനെ നമ്മൾ അതിലേക്ക് 2ാം പാല് പിഴിഞ്ഞിട്ട് അതിലാണ് ഈ കഷ്ണങ്ങളൊക്കെ വേവിച്ചെടുക്കുന്നത് കേട്ടോ. 2ാം പാല് മുഴുവൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എത്രയ്ക്കധികം ചാറ് വേണോ അത്ര അധികം നമ്മൾ 2ാം പാല് തയ്യാറാക്കി എടുക്കും. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ആ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വരട്ടെ, അതുപോലെ തന്നെ കുടംപുള്ളിലത്തെ പുളിയൊക്കെ ഇറങ്ങിയിട്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരട്ടെ. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ഈ ഒരു കുറച്ച് കഷ്ണം വറക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊന്ന് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ നട്ടർ ഇട്ട് കൊടുക്കാം. ആക്ച്വലി ഈ മീൻ ഇങ്ങനെ പിളുപിളുന്ന് ഇരിക്കുക, അത് കാരണം കൊണ്ടാന്ന് തോന്നുന്നു കേട്ടോ നമുക്ക് അതിൻ്റെ ഒരു. പക്ഷെ അങ്ങനെ ഇഷ്ടമുള്ളവർ ഒരുപാട് പേരുണ്ടായിരുന്നു. കടയിൽ ചിന്നും ചേട്ടനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആ മീൻ കഷ്ണം കൂടി ഒന്ന് വെന്ത് വന്നപ്പോൾ നമ്മൾ അതിലേക്ക് 1ാം പാൽ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മുടെ കൺസിസ്റ്റൻസിയിൽ ഒരു ലൂസാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉള്ളി കാച്ചിടുക, വേപ്പിൻ്റെ ഇല ഇടുക, ഇത്ര പരിപാടി ഉള്ളൂ കേട്ടോ. മീൻ കൂട്ടാൻ റെഡിയാവും. ഇവിടുത്തെ നമ്മുടെ സ്റ്റൈല്, അല്ലെങ്കിൽ ഞാൻ വെക്കുന്ന സ്റ്റൈലിൽ എന്ന് പറയാൻ പറ്റുള്ളൂ കേട്ടോ. ഇങ്ങനെയാണ് മീൻ കൂട്ടാൻ വെക്കുക എന്നുള്ള അവകാശങ്ങളൊന്നും ഇല്ല നമുക്ക്. അത്ര വലിയ അഹങ്കാരമൊന്നും നമ്മൾ മുതിരണില്ല. അങ്ങനെ നമ്മൾ ചിക്കൻ അവിടെ വറക്കാൻ വെച്ചിട്ടുണ്ടല്ലോ, ആ ചിക്കനിലേക്ക് വേണ്ടിയിട്ടുള്ള ഗ്രേവി തൊട്ടപ്പുറത്തുള്ള അടുപ്പിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതായത് നമ്മുടെ മെയിൻ കിച്ചണിലാണ് തയ്യാറാക്കുന്നത്. ഡ്രൈ എണ്ണയിൽ നമ്മൾ പ്രീതിച്ചിനെ കൊണ്ട് നന്നായിട്ട് സ്ലൈസ് ചെയ്ത് എടുപ്പിച്ചിട്ടുണ്ടായിരുന്ന സവോളയും അതുപോലെ തന്നെ ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തു. പിന്നെ നമ്മുടെ നാടൻ പച്ചമുളകും നാടൻ വേപ്പിൻ്റെ ഇലയും നമ്മുടെ പറമ്പിൽ നിന്ന് പൊട്ടിച്ചതിട്ട് ഒന്നും കൂടി വഴറ്റി കൊടുക്കുക. പിന്നെ പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, പിന്നെ മുളക് പൊടി, ഇത്രയും സാധനങ്ങൾ നമ്മുടെ ആവശ്യാനുസരണം ഇട്ട് കൊടുക്കുക. കുറച്ചധികം വെക്കണ കാരണം കൊണ്ട് തന്നെ ഇത്തിരി കൂട്ടിയിടുക എന്നുള്ളത് തന്നെയുള്ള എൻ്റെ ഒരു പോളിസി എന്ന് പറയുന്നത്. ഇത്തിരി ഉപ്പ് മാത്രമാണ് കൂടിയാൽ നമുക്ക് വായിൽ വയ്ക്കാൻ പറ്റാത്ത അവസ്ഥയുള്ളൂ. ബാക്കിയുള്ളത് ഇത്തിരി കൂടിയാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരുപാടല്ല, ഇത്തിരി കുറഞ്ഞാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ അതിലേക്ക് നമ്മൾ ഒരു തക്കാളി പ്യൂരി ആക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സിയിൽ അടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മസാല നന്നായിട്ട് വെന്ത് വരണം. അങ്ങനെ വെന്ത് വന്നപ്പോൾ നമ്മൾ അതിനെ ആ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഒരു പരിപാടി ഉണ്ടെങ്കിൽ ചിക്കൻ കോരും വേണ്ട, നമുക്ക് സമയലാഭം ഉണ്ടല്ലോ, അത് കാരണം കൊണ്ടാണ്. പിന്നെ മാത്രമല്ല ആ ഒരു എണ്ണയിലേക്കൊക്കെ കിടന്ന് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് വരും. ഇനി ആ കഷ്ണങ്ങളിലേക്ക് ഈ മസാലയൊക്കെ പിടിക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും ഭാഗ്യം പറഞ്ഞു, വാ മോനെ പോണ്ടേ, നമുക്ക് കടയിൽ ഇതൊക്കെ കൊണ്ടു ചെന്നിട്ട് വേണം പിള്ളേർക്ക് ഫുഡ് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓടി ചെന്ന് നമ്മൾ ആ കഷ്ണങ്ങളൊക്കെ വാരി ഒരു പാത്രത്തിലാക്കി, അതുപോലെ തന്നെ മീൻചാറൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തലൂരെത്തിയിട്ട് കാണാം. മീൻകറി അല്ല കേട്ടോ അത്. കാറിൽ പോകുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ടുകളൊന്നും അറിയില്ല അല്ലേ. ഇത് കുറച്ച് ഡിക്കി സ്പേസ് ഉള്ള കാരണം കൊണ്ട് തന്നെ നമ്മൾ 2 തരം കറികളല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇത്തിരി അച്ചാറുമായിരുന്നു. അതൊക്കെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കുത്തി നിറച്ച് വാ മക്കളെ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ കട്ടപ്പനയും കൊണ്ട് ഒല്ലൂർക്ക് പോവാം. ഒല്ലൂർക്കല്ല തലൂർക്ക് പോവാം കേട്ടോ. അപ്പോൾ നമ്മൾ 3 ആൾ ഹെൽമെറ്റൊക്കെ വെച്ചിട്ടുണ്ട്, സേഫ്റ്റിയൊക്കെ. ഞങ്ങൾ ആദ്യമായിട്ടാ ബൈക്കിൽ തലൂർക്ക് പോണത്. കേറ് ശ്രീകുട്ടാ. ഇറങ്ങുമ്പോഴേ ഭാഗ്യം പറയുന്നുണ്ട് പതുക്കെ പോകാൻ പറ്റുള്ളൂ എന്ന്. ഭാഗ്യന് 2 വീലറിന് പോകാൻ ഭയങ്കര പേടിയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നാൾ കുറച്ചധികം കാലം മുന്നേ, ഒരു 15 കൊല്ലം മുന്നേ ഭാഗ്യം ബൈക്കിൽ വന്ന് വീണിട്ടുണ്ട്. നമുക്ക് കാറൊക്കെ ഉള്ളതിനേക്കാളും മുന്നേ, കല്യാണമൊക്കെ കഴിയുന്നേക്കാളും മുന്നേ ഭാഗ്യൻ്റെ കയ്യിലൊരു ബൈക്കായിരുന്നു, അപ്പാച്ചി പോലത്തെ ഒരു ബൈക്കായിരുന്നു. അതും വന്ന് ഭാഗ്യം വീണ് ചെറുവിരലൊക്കെ ചെറിയൊരു ഫ്രാക്ചർ പോലെയൊക്കെ ആയിട്ടുണ്ട്. അതിൽ പിന്നെയാണ് ഭാഗ്യന് ഈ പേടി വന്നു തുടങ്ങിയത് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴി, തലൂർക്ക് പോകുന്ന വഴി കല്ലൂർ റൂട്ടിൽ കൂടെയാണ് പോവാൻ. നമ്മുടെ തൃശ്ശൂർ ജില്ലയിലുള്ള ഒരു സ്ഥലത്തിൻ്റെ പേരുകളാണ് കേട്ടോ അതൊക്കെ. കല്ലൂര്, തലൂര്, വല്ലൂര് എല്ലാം ഊരുകളാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മളിതാ ഇങ്ങനെ
നമ്മുടെ തലൂര് എത്തിയിരിക്കുകയാണ് കുട്ടികളെ, നമ്മുടെ തലൂര് എത്തിയിരിക്കുകയാണ്. നമ്മുടെ ദീപ്തി സ്കൂൾ കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ നമ്മുടെ കടയിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ KMBയുടെ 10ാം വാർഷികം. അങ്ങനെ നമ്മൾ കടയിലെത്തി. അച്ഛൻ അവശ്യ കലാകാരനായിട്ട് വരുന്നുണ്ട്. അവശ്യ കലാകാരത്തേക്ക് നമ്മുടെ സുകുമാരൻ അവശ്യ കലാകാരൻ എന്നിട്ടുണ്ടായച്ചാ കരിങ്കല്ല് വീണു കാലുമ്മ, കാല് തടഞ്ഞു. ഞങ്ങള് പിറ്റേ ദിവസം പണിക്കൊന്നും പോണ്ടാട്ട് അച്ഛന്ന് പറഞ്ഞ ആക്കിയാ പോയ ആളിപ്പോ വന്നില്ലെങ്കിൽ പണിയൊന്നും നടക്കില്ല നടന്നു. അതായത് ആള് പോയി. അപ്പൊ അത് കാലുമ നീരായി. എക്സ്റേ ഒക്കെ എടുത്തു. ഒടിവൊന്നും ഇല്ലാന്ന് പറഞ്ഞ, പക്ഷെ നല്ല നീരുണ്ട്. നമ്മളങ്ങനെ 10 കൊല്ലത്തി അച്ഛാ കട തുടങ്ങിയിട്ട്. 10 കൊല്ലം. ഇന്നലെ നടന്ന പോലെ അല്ല അച്ഛാ, 10ാമത്തെ പിറന്നാള്. അല്ല ഇന്നലെ നടന്ന പോലെ തോന്നില്ലേ നമ്മൾക്ക്. അച്ഛൻ്റെ കാലുമത്തെ മാറിയിട്ടോ. 2-3 ദിവസം മുന്നേ എടുത്തു വെച്ചൊരു വ്ളോഗായ കാരണം കൊണ്ട് കുറച്ച് വൈകി അച്ഛൻ്റെ കാലുമത്തെ വയ്യായികൾ മാറുകയും ചെയ്തു. അങ്ങനെ നമ്മൾ കടയിലെത്തി. കടയിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് അമ്മ ഉണ്ടാക്കിയ വിഭവങ്ങളൊക്കെ കണ്ട് ഇതാ കേക്കിൻ്റെ ടേബിൾ സെറ്റാക്കാം. അറിഞ്ഞിട്ട് പോലും ഇല്ല. അമ്മ കത്തി. അങ്ങനെ നമ്മൾ നമ്മുടെ ചേട്ടന്മാരെയും അനിയന്മാരെയും അനിയത്തിമാരെയും ചേച്ചിമാരെയും എല്ലാവരും വിളിച്ച് നിർത്തിയത് ആ കേക്ക് മുറിക്കൽ ചടങ്ങിലേക്ക് കടക്കാൻ പോവാണ് കേട്ടോ. നമ്മുടെ തലൂര് വീട്ടിൽ നിന്ന് കുറച്ചേ ഉള്ളൂ കേട്ടോ ഒല്ലൂർക്ക്. അത് കാരണം കൊണ്ട് എനിക്ക് തലൂര് വീട്ടിൽ നിൽക്കുമ്പോൾ ചേച്ചിനെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഏട്ടായും ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. ഇത്തിരി ദൂരമല്ലേ ഉള്ളൂ. അത് കാരണം കൊണ്ട് അവർ കേക്കൊക്കെ മേടിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഒരു പൈനാപ്പിൾ ഫ്ലേവറിലുള്ളതായിരുന്നു കേട്ടോ. ഒരു അടിപൊളി കേക്കായിരുന്നു. 10th ആനിവേഴ്സറി KMB. മഴ കടനെ പറ്റി 2 വാക്ക് പറയുമ്പോ കടേനെ പറ്റി നല്ല കടയാണ്, ഭയങ്കര വില കുറവുണ്ട് ഇവിടെ, സൂപ്പർ സാധനങ്ങൾ കിട്ടും. 10 കൊല്ലത്തെ കയറിയിറങ്ങലുകൾ പറയും. കയറിയിറങ്ങലുണ്ട്, കയറ്റം ഇറക്കും, കുറെ വരും കുറെ പോകും. ആളുകൾക്ക് എന്തായാലും നല്ല അഭിപ്രായമുണ്ട് നമ്മളെ കടേനെ കുറിച്ച്. എപ്പോൾ വന്നാലും സാധനങ്ങൾ കിട്ടും എന്നുള്ളൊരു. ഇപ്പോഴാണ് നമ്മൾ രാത്രി തുറക്കാതായിട്ടുള്ളത്. കുറച്ച് നാൾ മുമ്പ് വരെ നമ്മൾ ഫുൾ ടൈം 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന തൃശ്ശൂർ ജില്ലയിലെ ഏക സ്ഥാപനമായിരുന്നത് പച്ചക്കറി മാർക്കറ്റ് കേട്ടോ. ഇപ്പൊ പക്ഷെ നമ്മൾ വൈകുന്നേരം അടയ്ക്കും, ഒരു 10 മണിയാകുമ്പോൾ അടയ്ക്കും. കൊറോണയ്ക്ക് ശേഷം സ്റ്റാർട്ടിങ്ങോട്ടുള്ള ആള് ഒരു 5-6 മാസം കഴിഞ്ഞപ്പോ പിന്നെ എല്ലാവരും പുതിയത് ഇങ്ങനെ കേറി ഇറങ്ങി വന്നും പോയിക്കൊണ്ടിരിക്കുന്ന ആള്. അഫ്സല് എത്രയും 3 കൊല്ലായി. അഫ്സല് 3 കൊല്ലായി നമ്മള് വീട് പണി തുടങ്ങിയത്. സഹായിയാണ് റപ്പായേട്ടൻ. നമ്മുടെ തൊഴിലാളി എന്നല്ല, ആള് നമ്മളുടെ എല്ലാണ്. അതെ അതെ. ഹായ് പറയ് റപ്പായേട്ടാ. അങ്ങനല്ല, വിശദീകരിച്ച് പറയും. 10 കൊല്ലായി എന്ന് പറയും. 10 കൊല്ലത്തെ അനുഭവം പറയും. ഇവിടെ റപ്പായേട്ട ഞങ്ങള് പറയാറുണ്ട്. റപ്പായേട്ട മാത്രമാണല്ലോ തുടങ്ങി അന്ന് തൊട്ട് 10 കൊല്ലം അല്ലേ റപ്പായേട്ടാ? 10 കൊല്ലം പോയത് അറിഞ്ഞില്ല. അടിപൊളി. റപ്പായേട്ട ജോലി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിയനിലാണ് ആള്. യൂണിയന്റെ പണി ഒരു 5:30 ആകുമ്പോ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആള് കഴിയുമ്പോഴേ പോയി. കാലത്ത് ഒപ്പിട്ടിട്ട് പോവാട്ടാ. ഇടയ്ക്കിടയ്ക്ക് വരും, ഞായറാഴ്ച ഇടയ്ക്കിടയ്ക്ക് വരും. ഇനിയിപ്പോ നമുക്ക് ഒരു സ്റ്റാഫ് ലീവായി ഒരു അർജന്റ് റപ്പായേട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് ഇവിടെ ഹാജരാണ്. നമ്മള് പണി നോക്കില്ല, ഫോൺ എടുത്ത് പഠിക്കും. അതൊന്ന് പറഞ്ഞാൽ 10 കൊല്ലം പോയി തന്നില്ല. പിന്നെ നമുക്ക് ഈ സ്ഥലമൊക്കെ ശരിയാക്കി തന്നതില് ഒരു ചെറിയ പങ്ക് റപ്പായേട്ടനുണ്ട് കേട്ടാ. യൂണിയൻ ചേട്ടന്മാര് കുറെ പേര്, ആളും സുധിയേട്ടനും പിന്നെ സുനിലേട്ടനും, അങ്ങനെ 3 നമുക്ക് വിശ്വസിച്ചിട്ടാണ് നമ്മളെ വല്ലാണ്ട് സൂപ്പർ. പൊതുവെ കടയിൽ നിൽക്കുമ്പോഴേ നമ്മൾ മൈക്ക് യൂസ് ചെയ്യണം. ഫോൺ യൂസ് ചെയ്തിട്ടും കാര്യമില്ല, ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടാവും. എനിക്ക് പൊതുവെ ഡിസ്റ്റർബൻസിൽ ഇരുന്ന് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ, തലവേദന എടുക്കും. എങ്കിലും നിങ്ങൾക്ക് അവിടുത്തെ വിശേഷങ്ങളും അവരുടെ വായിൽ നിന്ന് വരുന്ന ആ ഒരു സന്തോഷ പ്രകടനമൊക്കെ കാണിച്ചു തരണ്ടേ. അത് കാരണം കൊണ്ടാണ് കേട്ടോ ഞാൻ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിനായി നോയ്സ് റിഡക്റ്റ് ചെയ്യാണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിന്ന് കേക്ക് മുറിക്കാം കേട്ടോ.
Happy birthday, KMB. Happy birthday, KMB. Happy birthday, KMB. Saradi ava phone കൊടുക്കട്ടെ. അതാണ് ചിന്നചേട്ടാ ചിന്നചേട്ടാ നിങ്ങൾ കുറെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. ഇത് രവി ഏട്ടാ. ഞാനാട്ടാ രവി. നമ്മുടെ പുതിയ സാരഥിയാണ്. വണ്ടി എടുക്കണ ചേട്ടനല്ലേ? പാലക്കാടാണ് ചേട്ടന്റെ വീട്. അത് മാത്രമേ എനിക്കറിയുള്ളൂ. ഇത് ഞങ്ങളുടെ ബിന്ദേച്ചി, ഇത് ഞങ്ങളുടെ വാസ്നേച്ചി. ഹായ് പറ വാസ്നേച്ചിയെ. വാസ്നേച്ചി പുതിയ സ്റ്റാഫാട്ടാ നമ്മുടെ ചേച്ചിയുടെ പേര് പറഞ്ഞ ചേച്ചിയെ രമ്യ എന്നാണ് ചേച്ചിയുടെ. മണ്ണമ്പട്ടിയുടെ വീട് അമ്മയുടെ വീടിന്റെ അടുത്ത വീട്. പുതിയതായിട്ട് ഒരു ഹായ് പറഞ്ഞേ നമ്മുടെ പിള്ളേരോട്. നമ്മുടെ വീടിന്റെ അടുത്ത് അല്ല കേട്ടാ കുഞ്ഞല്ലേ ചേച്ചി? കുഞ്ഞിന് ക്ലാസ് ഉണ്ടാ? ഭക്ഷണം കഴിക്കാൻ പോവാട്ടാ. അമ്മ എന്നിട്ടുണ്ടാക്കി. അമ്മ ചോറ് വെച്ചു. അമ്മ ചോറ് വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പേരി അത് കാണിച്ചതാ കാലത്ത് അമ്മേരയിൽ കേട്ടതാ അവര്. ഉപ്പേരി. കുമാറ് പിന്നെ ഡീസന്റ് ആള്. അത്ര ഡീസന്റ് ആയ ആൾക്കാരുണ്ടാവില്ലല്ലോ പിന്നെ. അപ്പൊ അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായ നമ്മുടെ കാബേജ് തോരൻ, പായസം, ചോറ്, പിന്നെ അച്ചാറുണ്ടായിരുന്നു. നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായ ചിക്കനും അതോടൊപ്പം തന്നെ പിന്നെ എന്താണ് നമ്മൾ ഉണ്ടാക്കി മീൻകറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കഴിച്ചു. നമ്മളെല്ലാവരും അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് ഇരിക്കാനായിട്ടൊരു സ്ഥലമൊന്നുമില്ല. ഒരു പച്ചക്കറി മാർക്കറ്റ് അല്ലേ, അപ്പം അതിൻ്റെതായ രീതിയിൽ നിങ്ങൾ കണ്ടാൽ മതി കേട്ടോ. പിന്നെ എന്നും പുറത്തുനിന്ന് ഫുഡ് കഴിക്കൽ, നമ്മൾ 3 നേരം പുറത്തുനിന്ന് ഫുഡ് കഴിക്കലൊന്നും പോസിബിൾ അല്ലാത്ത കാരണം കൊണ്ടാണ് പണ്ട് തൊട്ടേ ഞാൻ വെച്ച് തുടങ്ങിയത്. പിന്നെ എൻ്റെ പിന്മുറ അമ്മ ഏറ്റെടുത്തു. അമ്മയാണ് ഇപ്പോൾ ഫുഡ് കഴിക്കുന്നത്. നിങ്ങൾക്കറിയാലോ, കുറേ പേർക്ക് അറിയാമെന്ന് തോന്നുന്നു, കുറേ പേർക്ക് അറിയാത്തതുണ്ടാവും. ഇതാണ് നമ്മുടെ കിച്ചൺ എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ കടയുടെ കിച്ചൺ എന്ന് പറയുന്നത് വളരെ ഒരു ചെറിയ ഏരിയയിൽ ഒരു മേശയും അതോടൊപ്പം തന്നെ ഒരു ഗ്യാസും ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ചേട്ടന്മാരും ഇവിടെ തന്നെയാണ്. അവർക്ക് വേണ്ട ചായ തിളപ്പിക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുക. അമ്മ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയുള്ള സമയത്ത് അമ്മ എല്ലാം ചെയ്തു കൊടുക്കും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ അടുക്കള വിശേഷങ്ങൾ. പിന്നെ ഈ പറയുന്ന പോലെ അത്രയും ഹൈജീനിക്കായി ഹൈടെക്കായി മോഡുലാർ കിച്ചണൊന്നും തയ്യാറാക്കാൻ പറ്റില്ല. നമുക്ക് പരിമിതമായിട്ടുള്ള സ്ഥലമുള്ളോ പരിധികളുള്ളോ. അത് കാരണം കൊണ്ട് നിങ്ങൾ അതിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറയണു. കാണുന്നവർക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയെ. അപ്പോൾ അമ്മ അവിടെ നിന്നിട്ട് തന്നെയാണ് വീഡിയോസൊക്കെ എടുക്കാറുള്ളത് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ തൊട്ടപ്പുറത്ത് സ്കൂളും അതുപോലെ തന്നെ നമ്മുടെ റോഡും ഒക്കെ ആയ കാരണം കൊണ്ട് ശബ്ദത്തിൽ ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അമ്മയുടെ വീഡിയോയിൽ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യാറുണ്ടല്ലോ. പക്ഷെ അമ്മ പറയുന്നതൊന്നും കേൾക്കില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കടയുടെ മൊത്തത്തിലൊരു സെറ്റപ്പ് എന്ന് പറയുന്നത്. അച്ഛനെ അനങ്ങാൻ വയ്യാത്ത കാരണം ഒരു മൂലയ്ക്ക് ഇരിക്കുന്നുണ്ട് കേട്ടോ പാവം. അങ്ങനെ നമ്മളെല്ലാവരും അവിടെ തന്നെയാണ് ഫുഡ് കഴിച്ചത്. അന്നത്തെ ദിവസം എല്ലാവരും ഫുഡ് കഴിച്ചു. ഇപ്പോൾ ഈ ഉള്ളതിൽ പകുതി ആൾക്കാരില്ല കേട്ടോ. നമുക്ക് ഡ്രൈവർമാർ ചേട്ടന്മാർ കുറച്ച് പേരുണ്ട്. പിന്നെ നമുക്ക് തലൂരത്തെ കട മാത്രമാണെന്ന് കാണിച്ചിട്ടുള്ളൂ. എജുമാട്ടിൽ ഷാജിയേട്ടനും ചേച്ചിയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഒല്ലൂക്കര ഒരു ഷോപ്പുണ്ട് ഡോൺ ബോസ്കോ കോളേജിൻ്റെ നേരെ മുന്നിലായിട്ട്. അവിടെയും കുറേ ചേട്ടന്മാരുണ്ട്. അവിടെ പ്രദീപേട്ടൻ നമ്മുടെ ഇവിടെ നിന്ന് കടകളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷിഫ്റ്റ് ചെയ്തിട്ടൊക്കെ തന്നെയാണ് ജോലിക്കാർ നിൽക്കുന്നത്. അങ്ങനെ ഈ 3 സ്ഥാനങ്ങളിലൊക്കെ ആയിട്ടാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ കാനന പാതയിലേക്ക് വീണ്ടും പ്രവേശിച്ചിരിക്കുകയാണ് കുട്ടികളെ. ഈ ഒരു കാഴ്ചക്കാടും പറയാല്ലേ, നമ്മൾ വല്യൊരുലോട്ട് തിരിച്ച് പോവാണെന്നുള്ള കാര്യം. നമുക്ക് പണിക്കാരുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് ഇങ്ങനെ മയിലൊക്കെ കണ്ടോ, മയിലിൻ്റെ പീലിയൊക്കെ ഇങ്ങനെ ആകെ ചപ്പറാച്ചിയായിട്ട് നിൽക്കണം. അപ്പോൾ നമുക്ക് വീട്ടിൽ പോയാലോ ഇനി. ഞങ്ങളുടെ വല്ലൂരിലേക്ക് എത്തി. തിരിച്ച് നമ്മുടെ വീട്ടിലെത്തിയിട്ടാ. വണ്ടി ഇന്ന് ബൈക്കിൽ വന്ന കാരണം കൊണ്ട് യാത്രകൾ മനോഹരമായിരുന്നു. കുറേ സ്ഥലങ്ങളൊക്കെ കാണാനുണ്ടായിരുന്നു. ആ മലയിടുക്കിലാണ് നമ്മുടെ വീട്. മലയിടുക്കിൽ ഇവിടെ ഇപ്പോൾ വഴി ശരിയല്ലാത്ത കാരണം കുടു 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 കൂടുന്ന പോകണം. എവിടേക്ക് കാണണം? ഇപ്പൊ ഒന്നും കാണില്ല. പിന്നെ അവിടെ എത്തുമ്പോൾ കാണിച്ചു കൊടുക്കാം. ആ അതെ, കുത്ത് കാണാനുണ്ട്. കണ്ടില്ലേ കുത്ത്? കുത്ത് കാണാൻ നമുക്ക് ഒരു ദിവസം വരാം. അർജുൻ അർജുൻ ചേട്ടനെയാണ്. ചേട്ടനെ
ദൈവമേ കൃഷ്ണേട്ടാ ഹായ് പറയൂ കൃഷ്ണേട്ടാ. എപ്പോഴും 10 രൂപയ്ക്ക് കൊടുക്കാറുണ്ടല്ലോ ആൾക്ക്. വല്ലൂർക്ക് വന്ന ഈ ചീവീടുകളുടെ ഒച്ച ഇങ്ങനെ കേൾക്കാട്ടോ. അങ്ങനെ നമ്മൾ ചെമ്പലങ്കാട് ഭഗവതി ക്ഷേത്രം താണ്ടി നമ്മുടെ വീട്ടിലേക്ക് പോവായിരുന്നു. ഭാഗ്യൻ്റെ ഒരുപാട് കാലത്തെ കഷ്ടപ്പാടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കുഞ്ഞിതായിട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണുന്നവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ. ശ്രീജ.